അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മസാല ബേയുടെ റംദാൻ വിഭവങ്ങളിലേക്ക് സ്വാഗതം. അനുഗ്രഹവർഷം പെയ്തിറങ്ങുന്ന ഈ റംസാൻ നാളുകളിൽ നോമ്പ് നോറ്റ് ക്ഷീണിതരായിരിക്കുന്ന നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാദിഷ്ടമായ ഒരു വിഭവവുമായി മസാല ബേ എത്തുകയാണ്. സോ ഇന്ന് നമ്മോടൊപ്പം മസാല ബേയുടെ ഷെഫായ സുഫിയാൻ ആണുള്ളത്. സുഫിയാൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, അതുപോലെ ആളുണ്ടാക്കുന്ന ഡിഷസും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്. സോ ഇന്ന് എന്താണ് സുഫിയാൻ നമ്മൾക്കായി ഉണ്ടാക്കി തരുന്നത് നമുക്ക് ചോദിക്കാം. സോ സുഫിയാൻ, ഹായ്. വാട്ട് ആർ യു ഗോയിങ് ടു പ്രിപ്പയർ ഫോർ us today? മുർഗ് പട്ടിയാല. ഓക്കെ, സുഫിയാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുർഗ് പട്ടിയാലയാണ്. ചിക്കൻ ആയിട്ടുള്ള എന്തോ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദി ഇൻഗ്രീഡിയൻസ് യു ഗോണ യൂസ്? ഓക്കെ, ഉപ്പ്, ചില്ലി പൗഡർ, ഓക്കെ, ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി, വൈറ്റ് ഗരം മസാല, ഓക്കെ, ഗ്രീൻ ചില്ലി ചോപ്ഡ്, ഓക്കെ, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, കൊറിയാൻഡർ ചോപ്ഡ്, ഓക്കെ, മല്ലിയില, ഷുഗർ, ടർമറിക് പൗഡർ, ഓക്കെ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീര പൗഡർ, ഓക്കെ, ജീര പൗഡർ, ബട്ടർ, ഫ്രഷ് ക്രീം, മിൽക്ക് ആൻഡ് കാഷ്യൂ പേസ്റ്റ്, ഓക്കെ, ഒനിയൻ ചോപ്പ് ചെയ്തത്, ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, ഓക്കെ, ടൊമാറ്റോ ചോപ്പ്, സ്ലൈസ് ചിക്കൻ റോ, എഗ് വൈറ്റ്. അപ്പോൾ നമുക്ക് മുർഗ് പട്ടിയാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. പാൻ വെച്ചു. പാൻ, ഓക്കെ, വാട്ട് ഓയിൽ ഇസ് ഇറ്റ്? ഓക്കെ, ഇറ്റ്സ് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഇടുന്നത് ഗരം മസാലയാണ്. ഓക്കെ, സിനമൺ, കാർഡമം, ഗ്രീൻ ലീവ്സ്. ഓക്കെ, അപ്പോൾ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഓക്കെ, ഓയിൽ ചൂടായതിനു ശേഷം ചോപ്ഡ് ഓണിയൻസ് ഇടാം. ഓക്കെ, അത് കഴിഞ്ഞ് ഓക്കെ, കുറച്ച് സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ചില്ലി ഇടാണ്. എല്ലാം ഒന്ന് സോട്ടയായി വരുന്നുണ്ട്. നമ്മളിട്ട് ഒനിയനൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടാൻ പോകുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തന്നെ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മസാലയൊക്കെ നന്നായിട്ടിട്ട് നല്ല മണം വരും. ഓക്കെ, ഇനി മസാലാസാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, ചില്ലി പൗഡർ കുറച്ച്, ഓക്കെ, മല്ലിപ്പൊടി കുറച്ച്, ജീര പൗഡർ, ഓക്കെ, ഗരം മസാല ഒരു ഇച്ചിരി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയിലേക്കാണ് നമ്മൾ ചോപ്പ് ടൊമാറ്റോ ഇടുന്നത്. സോ ദാറ്റ് ടൊമാറ്റോയും കൂടി ആകുമ്പം അതൊരു കുറച്ചും കൂടി ഒരു പേസ്റ്റ് രൂപമാവും. ഓക്കെ, ഇപ്പം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് ഇടുന്നത്. ഇനിയും ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് അതാണ് ഇടുന്നത്. അപ്പോൾ പേസ്റ്റൊക്കെ മസാലയായിട്ട് ഇറ്റ് ഗിവ്സ് വെരി ഗുഡ് കളർ. കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. കുറച്ച് പാൽ ഒഴിക്കുന്നു. വെറൈറ്റി ഇട്ട ഒരു ഡിഷാണ്. ഓക്കെ, ഫ്രഷ് ക്രീം കുറച്ച് ഇടണം. നമ്മുടെ മുർഗ് പട്ടിയാല ഇസ് ഓൾമോസ്റ്റ് റെഡി. അത്രയ്ക്ക് സ്വീറ്റ് അല്ല, ഇറ്റ്സ് എ മീഡിയം സ്വീറ്റ് ഡിഷ്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റാണ് ഈ വൈറ്റ് ഗരം മസാല ഇടുന്നത്. എല്ലാ മസാലാസും ഫസ്റ്റാണ് യൂഷ്വലി ഇടുക, ഇതിൽ ലാസ്റ്റ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാലയുടെ ഒക്കെ സ്മെൽ. ഓക്കെ, കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ ഒന്ന്. ഓക്കെ, കുറച്ച് ബട്ടർ. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല രസമുള്ള ഡിഷാണ്. ഓക്കെ, ദിസ് ഇസ് ഡൺ. ഓക്കെ, മുർഗ്. ഓക്കെ, ഇത് ഓക്കെ ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇതിൻ്റെ മേലെ എന്തോ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, ഇനി സെക്കൻഡായിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ,
മുർഗ് പട്യാല എന്ന് പറയുന്ന ഒരു നവാബി ഡിഷാണ്. നവാബി ഡിഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രാജകീയമായ ഡിഷാണ്. ഈ രാജകീയമായ ഡിഷൊക്കെ കഴിക്കാനുള്ള ലക്കാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് മുട്ടയുടെ വൈറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഓംലെറ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് സീ എന്താണ് മുർഗ് പട്യാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. ഓംലെറ്റ് മറിച്ചിട്ടു. നമ്മുടെ മുർഗ് പട്യാല റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ചൂടോടെ തന്നെ അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതൊരു നവാബി സ്റ്റൈലിലുള്ള പഞ്ചാബി ഡിഷാണ്. മസാല ബേയുടെ ഷെഫായ സുഫിയാൻ നമുക്ക് മുർഗ് പട്യാല റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പഞ്ചാബി ഡിഷ് ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരുടെ ഉടനെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഡിഷ്. അടുത്ത ദിവസം ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ.